BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തിരുവനന്തപുരം നഗരസഭയിൽ ശക്തമായൊരു മുന്നേറ്റവും തിരിച്ചുവരവും നടത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രതീക്ഷിച്ചിരുന്ന ഈ ഒരു വിജയം? ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുള്ള ഈ കോർപ്പറേഷൻ ഭരണമാറ്റം വരണമെന്ന് നഗരത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിജയം. ഈ വിജയം തീർച്ചയായിട്ടും അനന്തപുരിയുടെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ അവരുടെ അടുത്തുള്ള അതികഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ വിജയം. അവർക്ക് സമർപ്പിക്കുകയാണ് ഈ വിജയം. എന്തൊക്കെയാണ് ഇനി BJPയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? നല്ലൊരു ഭരണം, BJP വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു സൽഭരണം, അഴിമതിരഹിത ഭരണം, തിരുവനന്തപുരം നഗരം ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഈ പുതിയ ഭരണസമിതി മുന്നോട്ട് പോകാൻ പോകുന്നത്. 2026 മുന്നുള്ള സെമി ഫൈനലായിട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നത്. എങ്ങനെയാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഇപ്പോൾ ഇനി? തിരുവനന്തപുരം സിറ്റിയിലെ 4 നിയോജക മണ്ഡലങ്ങളിലും BJPയുടെ MLA ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 4 MLA തിരുവനന്തപുരം സിറ്റിയിലുള്ള 4 നിയോജക മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ ജയിക്കും. BJP സിറ്റിയിലെ 4 നിയോജക മണ്ഡലത്തിലും BJPയുടെ MLA താമരവരി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.